Dear students, 4th semester BComന്റെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന പേപ്പറിൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. കോറിലേഷൻ എന്ന ചാപ്റ്ററിൻ്റെ 3ാം ഭാഗം. കാൽക്കുലേറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണാനുള്ളൊരു പ്രോബ്ലമാണ് തന്നിരിക്കുന്നത്. എക്സ് 2, 3, 4, 5, 6, 7, 8. Y 4, 5, 6, 12, 9, 5, 4. എക്സും വൈയും തന്നിട്ടുണ്ട്. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണണം. ഇവിടെ എക്സ് 1 ഡിജിറ്റ് ആണ്, വൈയും അതെ ഏകദേശം 12 മാത്രമേ 2 ഡിജിറ്റ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏത് ഫോമുലയാണ് എടുക്കാൻ നല്ലത്? കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആർ ഈക്വൽ ടു n into sigma xy minus sigma x into sigma y by root of n into sigma x square minus sigma x whole square into root of n into sigma y square minus sigma y whole square. അപ്പോൾ ഇവിടെ എന്തെല്ലാം കാണണം? എക്സും വൈയും തന്നിട്ടുണ്ട്. എക്സ് വൈ എന്ന കോളം, എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ, അങ്ങനെ 3 കോളങ്ങൾ കാണണം. എല്ലാ കോളങ്ങളും ടോട്ടൽ ചെയ്യണം. 5 കോളങ്ങളും ടോട്ടൽ ചെയ്യണം. എക്സിൻ്റെ കോളം, വൈയുടെ കോളം, എക്സ് വൈ കണ്ട് അതിൻ്റെ ടോട്ടൽ, എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ, വൈ സ്ക്വയറിൻ്റെ ടോട്ടൽ. അതിനുശേഷം ഫോമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ആ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. എക്സ് 2, 3, 4, 5, 6, 7, 8 ടോട്ടൽ 35. വൈ 4, 5, 6, 12, 9, 5, 4 ആഡ് ചെയ്തു 45. എക്സ് സ്ക്വയർ 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64 ടോട്ടൽ 203. Then y square 4 square 16, 5 square 25, 6 square 36, 12 square 144, 9 square 81, 5 square 25, 4 square 16, 4 പിന്നെ ടോട്ടൽ ചെയ്തു. 4 സ്ക്വയർ 16 വരെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ടോട്ടൽ 343. ലാസ്റ്റ് കോളം മൊത്തം ടോട്ടലാണ്, ടോട്ടൽ കോളമാണത്. അടുത്ത എക്സ് വൈ 2 into 4 8, 3 into 5 15, 4 into 6 24, 5 into 12 60, 6 into 9 54, 7 into 5 35, 8 into 4 32, ടോട്ടൽ 228. എക്സ് ടോട്ടൽ 35. അപ്പോൾ സിഗ്മ എക്സ് 35, സിഗ്മ വൈ 45, സിഗ്മ എക്സ് സ്ക്വയർ 203, സിഗ്മ വൈ സ്ക്വയർ 343, സിഗ്മ എക്സ് വൈ 228. ആർ ഈക്വൽ ടു എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ബൈ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. എക്സ് വൈകളുടെ ടോട്ടൽ ഇവിടെ എൻ ഇൻറ്റു എൻ എന്ന് പറയുന്നത് നമുക്ക് എത്ര വാല്യൂസ് ഉണ്ട് അതിനാണ് എൻ എന്ന് പറയുന്നത്. ഇവിടെ 7 വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എൻ 7 ആണ്. സിഗ്മ എക്സ് വൈകളുടെ ടോട്ടൽ നമുക്ക് 228 എന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ സിഗ്മ എക്സുകളുടെ ടോട്ടൽ 35, സിഗ്മ വൈകളുടെ ടോട്ടൽ 45 ബൈ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ. എൻ 7 ആണ്. സിഗ്മ എക്സ് സ്ക്വയർ എന്ന കോളത്തിൻ്റെ ടോട്ടൽ 203 മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. സിഗ്മ എക്സുകളുടെ ടോട്ടൽ ആ എക്സ് കോളത്തിൻ്റെ താഴെ 35 ആണ്. അപ്പോൾ ഇവിടെ 35 സ്ക്വയർ എഴുതണം. റൂട്ട് ഓഫ് 7 ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ എന്ന കോളത്തിൻ്റെ ടോട്ടൽ 343 മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. സിഗ്മ വൈ എന്ന കോളത്തിൻ്റെ ടോട്ടൽ അതാണ് സിഗ്മ വൈ 45 ആണ്. അപ്പോൾ ഇവിടെ 45 സ്ക്വയർ. 7 ഇൻറ്റു 228 മൈനസ് 35 ഇൻറ്റു 45 ബൈ റൂട്ട് ഓഫ് 7 ഇൻറ്റു 203 മൈനസ് 35 സ്ക്വയർ. 35 സ്ക്വയർ ആണ് 1225 ഇൻറ്റു റൂട്ട് ഓഫ് 7 ഇൻറ്റു 343 മൈനസ് 45 സ്ക്വയർ. ഇവിടെ സിഗ്മ വൈ 45 ആണ്. അപ്പോൾ 45 സ്ക്വയർ 2025 ഈക്വൽ ടു
1596 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് 35 into 45 1575 by 7 into 203 1225 root of 7 into 343 minus 2025 simplify ചെയ്തപ്പോൾ 21 by root of 196 into root 376 രണ്ടിൻ്റെയും ഇത് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ആണെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതണം. 21 by 196ഉം 376ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. അതിനുശേഷം അതിൻ്റെ റൂട്ട് കണ്ടെത്തി. അപ്പോൾ 21 by 271.47 equal to 0.077. ഇതാണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ R equal to n into sigma xy minus sigma x into sigma y. ആ ഫോർമുല എഴുതി സിംപ്ലിഫൈ ചെയ്തു, ആൻസറായി. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ x and y ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. വാല്യൂസ് എല്ലാം തന്ന് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടു. n equal to 10, sigma x 35, sigma y 28, sigma x square 203, sigma y square 140, sigma xy 168. അപ്പോൾ നമുക്കറിയാം കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ്റെ ഫോർമുല ഇതാണ്. അതിലേക്ക് വേണ്ട എല്ലാം തന്നിട്ടുണ്ട്. n ഈ ഫോർമുല എഴുതിയിട്ട് എന്നിന് പകരം 10 കൊടുക്കണം. സിഗ്മ എക്സ് വൈക്ക് വരെ 168. അപ്പോൾ 10 into 168 മൈനസ് പിന്നെ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ 35 into 28 ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയറിൻ്റെ എല്ലാ വാല്യൂസും ഉണ്ട്, നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡയറക്റ്റഡ് വാല്യൂ കൊടുക്കുക വേണ്ടു. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ R equal to ആ ഫോർമുല എഴുതി. അതിനുശേഷം വാല്യൂസ് ഓരോന്ന് കൊടുത്തു. n 10 into സിഗ്മ എക്സ് വൈ 168 മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ 35 into 28 ബൈ റൂട്ട് ഓഫ് n into sigma x square 10 into 203 10 into 203 minus sigma x square 35 square 1225 into root of n into sigma y square 10 into 140 minus sigma y square 28 square എന്നാണ്. 28 into square 784. ഇത് സിംപ്ലിഫൈ ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു, ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ സിംപ്ലിഫൈ ചെയ്തു. സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. 700 by root of 805 into root 616. പിന്നെ 805 into 616 മൾട്ടിപ്ലൈ ചെയ്തു. 805 into 616 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് റൂട്ട് കണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത് 700 കൊണ്ട് 700 ഡിവൈഡ് ബൈ ആ വാല്യൂ ചെയ്താലും മതി. അതല്ലെങ്കിൽ 805 into 616 ആ സെപ്പറേറ്റ് റൂട്ടുകൾ മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് ഒരൊറ്റ റൂട്ടിനകത്താക്കി റൂട്ട് കണ്ടെത്തുക. അതിനുശേഷം 700 by 704.187 equal to 0.994. ഇങ്ങനെ ചെയ്യാം. The data given below give the price and demand for a particular commodity over a period of 5 years. Calculate the correlation coefficient between price and demand. 5 വർഷത്തെ പ്രൈസിനെയും ഡിമാൻഡിനെയും സംബന്ധിക്കുന്ന വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. കാൽക്കുലേറ്റ് കോറിലേഷൻ കോഫിഷ്യന്റ്. അപ്പോൾ രണ്ട് വേരിയബിൾസാണ്, പ്രൈസ് എന്നുള്ള ഒരു വേരിയബിളും ഡിമാൻഡ് എന്നുള്ള വേരിയബിളും തന്നിട്ടുണ്ട്. എക്സ് വൈ എന്ന് നമുക്ക് എടുക്കാം. നേരത്തെ പോലെ തന്നെ ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. എക്സ് എന്നുള്ള കോളം, വൈ എന്നുള്ള കോളം, എക്സ് വൈ, എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ എല്ലാം ടോട്ടൽ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. എക്സ് 7 8 9 6 5 ടോട്ടൽ ചെയ്തു 35, വൈ 8 6 7 9 10 ടോട്ടൽ 40, എക്സ് സ്ക്വയർ 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64, 9 സ്ക്വയർ 81, 6 സ്ക്വയർ 36, 5 സ്ക്വയർ 25 ടോട്ടൽ 255, y square 8 square 64, 6 square 36, 7 square 49, 9 square 81, 10 square 100 total 330. Then xy 7 into 8 56, 8 into 6 48, 9 into 7 63, 6 into 9 54, 5 into 10 50 total 271. ഇനി നമുക്ക് Carl Pearson's coefficient of correlation R equal to n into sigma xy minus sigma x into sigma y by root of n into sigma x square minus sigma x whole square into root of n into sigma y square minus sigma y whole square. A formula apply. Carl Pearson's coefficient of correlation R equal to n into sigma xy minus sigma x into sigma y by root of n into sigma x square minus sigma x whole square into root of n into sigma y square minus sigma y whole square. Values n 5 ആണ്. Sigma x y 271, sigma x 35, sigma y 40.
സിഗ്മ എക്സ് സ്ക്വയർ 255. ഇവിടെ സിഗ്മ എക്സ് സ്ക്വയർ ആണ്, 35ൻ്റെ സ്ക്വയർ 35 × 35 3 × 4 12 25 ഇൻറ്റു റൂട്ട് ഓഫ് 5 ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ 330 മൈനസ് ഇവിടെ സിഗ്മ വൈ 40 ആണ്, 40യുടെ സ്ക്വയർ 1600 equal to 1355 minus 1400 by 1275 minus 1225 into root of 1650 minus 1600. Simplify the power. Minus 45 by root 50 into root 50. Minus 45 by 50 equal to minus 45 by root 50 into root 50. Root of 50 into 50 root of 2500 root 50. അല്ലെങ്കിൽ root 2 into root 2 2, root 3 into root 3 3, root 4 into root 4 4, root 50 into root 50 50. Minus 45 by 50 minus 90 by 100 minus 9 by 10 minus 0.9 minus 0.9. അപ്പോൾ പ്രൈസും ഡിമാൻഡും തമ്മിൽ ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കിട്ടിയത് -0.9. അതായത് പ്രൈസും ഡിമാൻഡും ഇൻവേഴ്സ് കോറിലേഷൻ ആണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. എ വെരി ഹൈ നെഗറ്റീവ് കോറിലേഷൻ ആണ് ഇവിടെ. അടുത്ത ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. വാല്യൂസ് തന്നിട്ടുണ്ട്, എക്സും വൈ ഒക്കെ തന്നിട്ടുണ്ട്. പ്രൈസ് എന്ന് പറഞ്ഞാൽ 11 12 അങ്ങനെ തന്നു, ഡിമാൻഡ് തന്നു. ഇത് ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഡയറക്റ്റ് മെത്തേഡ് എക്സും വൈയും വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡി എക്സ് ഡി വൈ ആ രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഡി എക്സ് ഈക്വൾ ടു എക്സ് മൈനസ് 11, ഡി വൈ ഈക്വൾ ടു വൈ മൈനസ് 15 അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എക്സ് വൈ എക്സ് സ്ക്വയർ എക്സ് വൈ വൈ സ്ക്വയർ ഒക്കെ വെച്ച് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഓൾസോ കമൻറ്റ് ഓൺ ദ റിസൾട്ട് ഒബ്റ്റെയിൻഡ്. കമൻറ്റ് ചെയ്യണം നമുക്ക് ആ വാല്യൂ കണ്ടിട്ട്. ഇപ്പോൾ ഇവിടെ -0.9 കിട്ടി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം കോറിലേഷൻ കോഴ്സിൻ്റെ വാല്യൂ -1നും +1നും ഇടയിലാണ്. -1നും +1നും ഇടയിൽ. അപ്പോൾ ഇവിടെ -0.9 എന്ന് പറഞ്ഞാൽ ഏകദേശം -1ൻ്റെ അടുത്തെത്തി. അതായത് എ വെരി ഹൈ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. അതുപോലെ കമൻസ് ഇടണം. എക്സ് 11 12 13 14 15 16 17 18 19 20 ടോട്ടൽ 155. Y 30 29 29 25 24 24 24 21 18 15 total 239. X square 11 square 121, 12 square 144, 13 square 169, 14 square 196, 15 square 225, 16 square 256, 17 square 289, 18 square 18 into 18 324, 19 square 19 into 19 361, 20 square 20 into 20 400, total 2485. Y square 30 square 900, 29 square 841 841, 25 square 625, 24 square 576 576 576, 21 square 441, 18 square 324, 15 square 225, total 5925. Then XY 11 into 30 330, 12 into 29 348, 13 into 29 377, 14 into 25 350, 15 into 24 360, 16 into 24 384, 17 into 24 408, 18 into 21 378, 19 into 18 342, 20 into 15 300, total 3577. Sigma x 155, sigma y 239, sigma x square 2485, sigma y square 5925, sigma xy 3577. Now Carl Pearson's coefficient of correlation. Carl Pearson's coefficient of correlation equal to n into sigma xy minus sigma x into sigma y by root of n into sigma x square minus sigma x whole square into root of n into sigma y square minus sigma y whole square. Values are 10 into 3577 minus 155 into 239 by root of 10 into 2485 minus 155 in the square. Sigma x 155 another square 24025 into root of 10 into y square y square total 5925 minus sigma y whole square. Sigma y എന്ന് പറയുന്നത് 239 ആണ്. 239 square 57121 equal to 35770 minus 37045. ഇത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ 24850 minus 24025. ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 59250 minus 57121. സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ കിട്ടി
ആൻസർ -0.962. ഈ ക്വസ്റ്റ്യനിൽ കമൻറ്റ് ഓൺ ദ റിസൾട്ട് ഒപ്റ്റെയിൻഡ് എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. കമൻറ്റ് ഓൺ ദ റിസൾട്ട് ഒപ്റ്റെയിൻഡ്. അത് ആ എക്സും വൈയും തമ്മിലുള്ള റിലേഷനെ സംബന്ധിച്ചൊരു കമൻറ്റ്സ് പറയും. കോറിലേഷൻ കോഫിഷ്യന്റ് നോക്കിയിട്ട് ഇവിടെ കിട്ടിയത് -0.962 ആണ്. ഏകദേശം -1 തൊട്ടടുത്തെത്തി. അപ്പോൾ ഇതിന് നമുക്ക് പറയാം ദർ ഈസ് വെരി ഹൈ നെഗറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ദർ ഈസ് എ ഹൈ നെഗറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. Find the coefficient of correlation between x and y and interpret the result. X 1.2, 1.1, 1.9, 1.8, 1.0, 0.9, y 15, 10, 20, 10, 10, 5. എല്ലാ എക്സ് വാല്യൂസിലും ഒരു ഡെസിമൽ കാണുന്നുണ്ട്. അതുപോലെ വൈ വാല്യൂസ് എല്ലാം തന്നെ 5ൻ്റെ മൾട്ടിപ്പിൾസും ആണ്. അപ്പോൾ നമുക്കൊരു പുതിയ എക്സ് വാല്യൂസ് എഴുതാം. നിലവിലെ എക്സിനെ എല്ലാം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. അതുപോലെ പുതിയൊരു വൈ വാല്യൂസ് ഉണ്ടാക്കാം. നിലവിലെ വൈ വാല്യൂസിനെ എല്ലാം 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട്. അങ്ങനെ ചെയ്താൽ കോറിലേഷൻ കോഫിഷ്യന്റ് മാറുമൊന്നുമില്ല. കാരണം നമുക്കറിയാം കോറിലേഷൻ കോഫിഷ്യന്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ചേഞ്ച് ഓഫ് ഒറിജിൻ ഓർ ചേഞ്ച് ഓഫ് സ്കെയിൽ. മൾട്ടിപ്ലൈയിങ് the given x values by 10 and divide the given y values by 5, we get new x and y values. X 1.2 into 10 12, 1.1 into 10 11, 1.9 into 10 19, 1.8 into 10 18, 1.0 into 10 10, 0.9 into 10 9, ടോട്ടൽ 79. ഇവിടെ വൈ വാല്യൂസിനെ എല്ലാം 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 15/5 3, 10/5 2, 20/5 4, 10/5 2, 10/5 2, 5/5 1, total 14. Then x square, 12 square 144, 11 square 121, 19 square 361, 18 square 324, 10 square 100, 9 square 81, total 1131. Y square, 3 square 9, 2 square 4, 4 square 16, 2 square 4, 2 square 4, 1 square 1, total 38. Then xy, 12 into 3 36, 11 into 2 22, 19 into 4 76, 18 into 2 36, 10 into 2 20, 9 into 1 9, total 199. Sigma x square, sigma y square, sigma xy, sigma x, sigma y. ഇത് വെച്ച് കാൾ-പിയേഴ്സൺസ് കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാണാം. കാൾ-പിയേഴ്സൺസ് കോറിലേഷൻ കോഫിഷ്യന്റ് R equal to n into sigma xy minus sigma x into sigma y by വാല്യൂ ഒക്കെ എഴുതി വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ n എന്ന് പറയുന്നത് 6 ആണ്. എക്സ് വൈകളുടെ സം 199, സം ഓഫ് എക്സ് വാല്യൂസ് 79, സം ഓഫ് വൈ വാല്യൂസ് 14 into 6 into sum of x square values. x square എന്ന കോളത്തിൻ്റെ ടോട്ടൽ 1131. പിന്നെ സിഗ്മ എക്സ് 79 ആണ്. 79ൻ്റെ സ്ക്വയർ 6241 ഇൻറ്റു റൂട്ട് ഓഫ് 6 ഇൻറ്റു വൈ സ്ക്വയർ. വൈ സ്ക്വയർ എന്ന കോളത്തിൻ്റെ ടോട്ടൽ 38 മൈനസ് സിഗ്മ വൈ 14. 14ൻ്റെ സ്ക്വയർ 196. സിംപ്ലിഫൈ ചെയ്തു. 6 ഇൻറ്റു 199 1194 മൈനസ് 79 ഇൻറ്റു 14 1106 ഡിവൈഡഡ് ബൈ 6 into 1131 6786 minus 6241 into root of 6 into 38 228 minus 196. ഇവിടെ സബ്ട്രാക്ട് ചെയ്തപ്പോൾ 88/545 into root 32. അത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 17440. നമുക്ക് കിട്ടിയത് 88/132.06 0.666. ഇത് 0.5നേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് coefficient of correlation and interpret the result. Interpret the result എന്നുള്ള കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് there is good positive correlation between x and y. 0.5നേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. There is good positive correlation between x and y. അടുത്ത question. With the following data in 6 cities, calculate the coefficient of correlation by Pearson's method between the density of population and the death rate. നോക്കാം എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ എന്താണ്? The following data in 6 cities.
അപ്പോൾ നെയിം ഓഫ് സിറ്റീസ് ABCDEF. പിന്നെ ഏരിയ ഇൻ സ്ക്വയർ മൈൽസ് 150, 180, 100, 60, 120, 80. പോപ്പുലേഷൻ ഇൻ തൗസൻഡ്സ് 30, 90, 40, 42, 72, 24. അതായത് 30,000, 90,000. പോപ്പുലേഷൻ ഇൻ തൗസൻഡ്സ് എന്നാണ്. ഇത് 30,000, 90,000, 40,000, 42,000, 72,000, 24,000. നമ്പർ ഓഫ് ഡെത്ത്സ് 300, 1440, 560, 840, 1224, 312. വാല്യൂസ് തന്നു. ഇവിടെ കാണേണ്ടത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ദ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ആൻഡ് ഡെത്ത് റേറ്റ്. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഡിവൈഡ് ബൈ ഏരിയ. അതുപോലെ ഡെത്ത് റേറ്റ് നമ്പർ ഓഫ് ഡെത്ത്സ് ബൈ പോപ്പുലേഷൻ. നമുക്ക് അങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കണം. ഡെൻസിറ്റിയുടെ അതുപോലെ ഡെത്ത് റേറ്റിൻ്റെ, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ഡെത്ത് റേറ്റ്, അങ്ങനെ 2 കോളമുള്ള ഒരു ടേബിൾ ഉണ്ടാക്കണം. അതാണ് എക്സും വൈ ആയിട്ട് എടുക്കേണ്ടത്. പിന്നെ അതിൻ്റെയാണ് കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കേണ്ടത്. Therefore density equal to population divided by area and death rate equal to number of deaths by population. അപ്പോൾ ഡെൻസിറ്റി ആദ്യം നമുക്ക് ഡെൻസിറ്റി പറഞ്ഞാൽ പോപ്പുലേഷൻ ബൈ ഏരിയ. അപ്പോൾ 30,000 by 150 200. പിന്നത്തെ 90,000 by 180 500. 40,000 by 100 400. 42,000 by 60 700. 72,000 by 120 600. 24,000 by 80 300. ഡെൻസിറ്റി കിട്ടി. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ ടോട്ടൽ പോപ്പുലേഷൻ ബൈ ഏരിയ. ഇനി അടുത്ത ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡെത്ത്സ് ബൈ പോപ്പുലേഷനാണ്. നമ്പർ ഓഫ് ഡെത്ത്സ് 300 by 30,000 0.01. അടുത്ത 1440 by 90,000 0.016. അടുത്ത 560 by 40,000 0.014. അടുത്ത 840 by 42,000 0.02. 1224 by 72,000 0.017. 312 divided by 24,000 0.013. അപ്പോൾ നമുക്ക് ഡെൻസിറ്റി കിട്ടി, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ആൻഡ് ഡെത്ത് റേറ്റ് കിട്ടി. ഇതിൽ 1 x 1 y വെച്ചാണ് കാണേണ്ടത്. പക്ഷേ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെ നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യണം. അതായത് ഡെൻസിറ്റി 200 500 ആവുന്നതിന് എല്ലാത്തിനെയും 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് എക്സ് എന്ന് പറഞ്ഞിട്ട് ഡെൻസിറ്റി ഡിവൈഡ് ബൈ 100. അപ്പോൾ 254,763 ആ രീതിയിൽ ചെയ്യാം. ഇവിടെയാണെങ്കിൽ നമുക്ക് ഇതിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം. എല്ലാത്തിനും 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ y കിട്ടും. ടേക്ക് എക്സ് ഈക്വൽ ടു ഡെൻസിറ്റി ഡിവൈഡ് ബൈ 100. നേരത്തെ ഡെൻസിറ്റി കോളം കിട്ടിയിട്ടുണ്ട്. അതിലെല്ലാ വാല്യൂസിനെയും 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ വാല്യൂസ് എക്സ് വാല്യൂസ് ആയിട്ട് എടുക്കാം. അതുപോലെ ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞൊരു കോളം കിട്ടി. അതിൽ ഓരോ ഡെത്ത് റേറ്റിനെയും 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ വാല്യൂസ് y കോളത്തിൽ എഴുതുക. നമുക്ക് നോക്കാം എന്താണ് കിട്ടുന്നത്. എക്സ് ആദ്യം ഡെൻസിറ്റി 200 ആണ്. 200 by 100 2. രണ്ടാമത്തെ ഡെൻസിറ്റി എന്നുള്ളിടത്ത് 500 ആയിരുന്നു. 500 by 100 5. പിന്നെ അവിടെ 400 ആയിരുന്നു. 400 by 100 4. നാലാമത്തെ ഡെൻസിറ്റി കോളത്തിൽ നാലാമത്തെ വാല്യൂ 700. 700 by 100 7. പിന്നെ 600 by 100 6. 300 by 100 3. ടോട്ടൽ കൂട്ടിയാൽ 27. പിന്നെ ആദ്യത്തെ ഡെത്ത് റേറ്റ് നമുക്ക് കിട്ടിയത് 0.010 എന്നായിരുന്നു. അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 10. പിന്നീട് 0.016 എന്നാണ് വാല്യൂ. 0.016 into 1000 16. പിന്നെ 0.014 into 1000 14. 0.02 എന്നായിരുന്നു. 0.02 into 1000 20. 0.017 into 1000 17. 0.013 into 1000 13. അങ്ങനെ വാല്യൂസ് കിട്ടിയത് ടോട്ടൽ 90. then x square 2 square 4 5 square 25 4 square 16 7 square 49 6 square 36 3 square 9. Total 139. Y square 10 square 100 16 square 256 14 square 196 20 square 400 17 square 289 13 square 169. Total 1410. Then xy 2 into 10 20 5 into 16 80 4 into 14 56 7 into 20 140 6 into 17 102 3 into 13 39. Total 437. പല വാല്യൂസ് ആയി. ഇനി കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആർ ഈക്വൽ ടു n into sigma xy minus sigma x into sigma y whole divided by root of n into
sigma x square minus sigma x whole square into root of n into sigma y square minus sigma y whole square equal to 6 into 437 minus 27 into 90 by root of 6 into 139 minus 27 square 729 into root of 6 into 1410 minus 90 square 8100. Simplify ചെയ്തു നമുക്ക് കിട്ടുന്ന വാല്യൂ 2622 ആണ്. 6 into 437 27 into 90 2430 total 192. This simplify by 105. This subtract ചെയ്ത് കഴിഞ്ഞാൽ 360 105 360 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 37800. അതിൻ്റെ റൂട്ട് 194.42. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.9875 0.9875. അതാണ് correlation coefficient between the density of population and death rate. Probable error. Probable error of the coefficient of correlation is a statistical measure which measures reliability and dependability of the value of coefficient of correlation. Probable error measures reliability and dependability of the value of coefficient of correlation R by adding or subtracting PE from coefficient of correlation. By adding PE means R plus PE. By subtracting PE from coefficient of correlation, that is R minus PE. R minus PE അതുപോലെ R plus PE. We can find out the upper and lower limits within which the population coefficient of correlation may be expected to lie. അപ്പർ ലിമിറ്റ് ആർ പ്ലസ് പി ഇ, ലോവർ ലിമിറ്റ് ആർ മൈനസ് പി ഇ ആയിരിക്കും. ഇങ്ങനെ പറയാനുള്ള റീസൺ, ഈ നമ്മൾ സാധാരണ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാണുന്നത് സാമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ്. യൂഷ്വലി ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം സാമ്പിൾസ്. ഫോർ ഡിഫറെൻറ്റ് സാമ്പിൾസ് ഡ്രോൺ ഫ്രം ദ സെയിം പോപ്പുലേഷൻ ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ മേ വേരി. ഒരേ പോപ്പുലേഷൻ്റെ വ്യത്യസ്ത സാമ്പിളുകൾ എടുത്ത് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാണുമ്പോൾ അതിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അപ്പർ ലിമിറ്റ് ആർ പ്ലസ് പി ഇ, ലോവർ ലിമിറ്റ് ആർ മൈനസ് പി ഇ. അത് പ്രോബബിൾ എറർ കാണുന്നതിന് യൂസ് ചെയ്യുന്ന ഫോമുല 0.6745 ഇൻറ്റു 1 മൈനസ് ആർ സ്ക്വയർ ബൈ റൂട്ട് ടി എന്നാണ്. പ്രോബബിൾ എറർ 0.6745 ഇൻറ്റു 1 മൈനസ് ആർ സ്ക്വയർ ബൈ റൂട്ട് ടി എൻ, where R stands for the correlation coefficient and n number of pairs of observations. ഈ 1 മൈനസ് ആർ സ്ക്വയർ ബൈ റൂട്ട് എന്നിന് സ്റ്റാൻഡേർഡ് എറർ എന്നും പറയാറുണ്ട്. 0.6745 പകരം ചിലപ്പോൾ 2/3 യൂസ് ചെയ്യാറുണ്ട്. 2/3 എന്ന് പറഞ്ഞാൽ 0.666 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന പ്രോബബിൾ എറർ 0.6745 ഇൻറ്റു 1 മൈനസ് ആർ സ്ക്വയർ ബൈ റൂട്ട് എൻ. ഈ ഫോമുല മാത്രം യൂസ് ചെയ്താൽ മതി. പ്രോബബിൾ എറർ കാണാൻ 0.6745 ഇൻറ്റു 1 മൈനസ് ആർ സ്ക്വയർ ബൈ റൂട്ട് എൻ. ചില സമയത്ത് 2/3 ഇൻറ്റു എന്നും പറയാറുണ്ട്. The quantity 1 minus r square by root n is known as standard error. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് 1 minus r square by root n. അപ്പോൾ probable error എന്ന് പറയുന്നത് 0.6745 ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ. 0.6745 ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ ആണ് probable error. Probable error equal to 0.6745 ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ. ചില ടെക്സ്റ്റുകളിൽ 2/3 ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർന്നും കാണുന്നുണ്ട്. സാധാരണ ഉപയോഗിക്കുന്നത് 0.6745 ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ എന്നാണ്. നമ്മൾ ഈ ഒരു ഫോമുല ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്താൽ മതി. അതിനതിൻ്റെ യൂസസ് ആണ്. യൂസസ് ഓഫ് പ്രോബബിൾ എറർ. 2 യൂസസ് ആണ് പറയുന്നത്. Probable error is used to determine the limits within which the population coefficient of correlation may be expected to lie. Probable error is used to determine the limits. ആ ലിമിറ്റ്സ് എന്തൊക്കെയാണ്? ആർ മൈനസ് പി ഇ ലോവർ ലിമിറ്റും ആർ പ്ലസ് പി ഇ അപ്പർ ലിമിറ്റും. അതാണ് 2 ലിമിറ്റ്സ്. അത് കാണാൻ പ്രോബബിൾ എറർ സഹായിക്കുന്നുണ്ട്. അതുപോലെ it can be used to test whether the value of correlation coefficient of a sample is significant with that of the population. Correlation coefficient significant ആണോ എന്ന് നോക്കാനും probable error യൂസ് ചെയ്യുന്നുണ്ട്. If R equal to 0.6 n 64 find probable error. Probable error 0.6745 into 1 minus r square by root n. Standard error 1 minus r square by root n. And limits of population correlation coefficient.
ലിമിറ്റ്സ് ഓഫ് പോപ്പുലേഷൻ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ആർ പ്ലസ് പി ഇ ആർ മൈനസ് പി ഇ, ആർ മൈനസ് പി ഇ ലോവർ ലിമിറ്റ്, ആർ പ്ലസ് പി ഇ അപ്പർ ലിമിറ്റ്. അത് കണ്ടുപിടിക്കണം. നോക്കാം. Probable error equal to 0.6745 into 1 minus r square by root n. 0.6745 into 1 minus r എന്ന് പറയുന്നത് 0.6 ആണ്. 0.6 square by root n, n 64 equal to 0.6745 into 1 minus 0.36 by 8. 0.6745 into 0.64 by 8. 8 0.64 0.08 times 0.08 into 0.6745 0.05396. ഇതാണ് probable error. ഇനി സ്റ്റാൻഡേർഡ് എറർ. സ്റ്റാൻഡേർഡ് എറർ ഈക്വൽ ടു 1 മൈനസ് ആർ സ്ക്വയർ ബൈ റൂട്ട് എൻ. 1 മൈനസ് ആർ സ്ക്വയർ നമുക്ക് ഇവിടെ കിട്ടി 1 മൈനസ് 0.36 0.64 1 മൈനസ് ആർ സ്ക്വയർ 0.64 ബൈ 8 0.08. സ്റ്റാൻഡേർഡ് എററായി, പ്രൊബബിൾ എററായി. ഇനി ലിമിറ്റ്സ് ഓഫ് പോപ്പുലേഷൻ കോറിലേഷൻ കോഎഫിഷ്യൻ ആർ പ്ലസ് ഓർ മൈനസ് പി ഇ ഈക്വൽ ടു ആർ എന്ന് പറയുന്നത് ഇവിടെ 0.6 ആണ്. 0.6 പ്ലസ് ഓർ മൈനസ് 0.05396. അപ്പോൾ നമുക്ക് ആ രണ്ട് ലിമിറ്റ്സ് നോക്കാം. എന്താ കിട്ടുന്നത്? ആർ മൈനസ് 0.05396 എന്ന് പറഞ്ഞാൽ 0.54604. 0.6 പ്ലസ് ആണെങ്കിൽ 0.65396നെ 654 എന്നാക്കി 4 ഡെസിമലിന് കറക്റ്റ് ചെയ്തു. 0.6540 ഇവിടെ 0.54604. അപ്പോൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആയി. ഇന്റർപ്രിട്ടേഷൻ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഓൺ ദ ബേസിസ് ഓഫ് പ്രൊബബിൾ എറർ. പ്രൊബബിൾ എററിനെ അടിസ്ഥാനമാക്കിയിട്ട് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനെ ഇന്റർപ്രിറ്റ് ചെയ്യുക. If the coefficient of correlation is less than its probable error, it is not at all significant. That is, there is no evidence of correlation. Coefficient of correlation is less than probable error. Probable error നേക്കാൾ കുറവാണ് coefficient of correlation എങ്കിൽ there is no evidence of correlation. ആ തന്നിരിക്കുന്ന വേരിയബിൾസ് തമ്മിൽ കോറിലേഷൻ ഇല്ല എന്ന് തന്നെ പറയാം. It is not at all significant. That is, there is no evidence of correlation. If the coefficient of correlation is more than 6 times its probable error, the correlation is certain and significant. Coefficient of correlation is more than 6 times its probable error or greater than 6 PE ആണെങ്കിൽ correlation ഉണ്ട്. Correlation is certain and significant. If the probable error is not much and if the coefficient of correlation is 0.5 or more, it is generally considered to be significant. If the probable error is not much and r greater than or equal to 0.5, r 0.5 അതിൽ കൂടുതലാവാം, അങ്ങനെയാണെങ്കിൽ correlation significant ആണ്. The following table gives the result of the SSLC examination held in 1974. Calculate coefficient of correlation and estimate probable error. From the result, can you definitely assert that failure is correlated with age? Age of candidate 13, 14, 15, 16, 17, 18, 19, 20, 21. Percentage of failures 39, 41, 43, 34, 37, 39, 49, 47, 55. അതായത് 1974 SSLC എക്സാം 13 വയസ്സുള്ള കുട്ടികൾ SSLC എക്സാം എഴുതിയിട്ടുണ്ട്. ആ 13 വയസ്സായവരുടെ മാത്രം റിസൾട്ട് എടുത്ത് നോക്കിയാൽ അവരിൽ 39% പേര് തോറ്റിട്ടുണ്ട്. അതുപോലെ 14 വയസ്സുള്ളവരിൽ നോക്കിയാൽ 41% പേര് തോറ്റു. അങ്ങനെ ഇത് തന്നിട്ടുണ്ട്. അവസാനം 21 വയസ്സായ കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ആ 21 വയസ്സായി പരീക്ഷ എഴുതിയ കുട്ടികളുടെ റിസൾട്ട് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ 55% കുട്ടികൾ തോറ്റിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഏജ് ഓഫ് കാൻഡിഡേറ്റും പെർസെൻറ്റേജ് ഓഫ് ഫെയിലിയറും തമ്മിൽ എന്തെങ്കിലും കോറിലേഷൻ ഉണ്ടോ എന്നാണ്. ഫെയിലർ ക്വസ്റ്റ്യൻ തന്നെ അതാണ്. ക്യാൻ യു ഡെഫിനറ്റ്ലി അസേർട്ട് ദാറ്റ് ഫെയിലർ ഈസ് കോറിലേറ്റഡ് വിത്ത് ഏജ്? അതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ ഇവിടെ ആദ്യം കണ്ട് കോറിലേഷൻ തന്നെ കാണണം. കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണണം, പിന്നീട് പ്രൊബബിൾ എറർ കണ്ടുപിടിക്കണം. അത് രണ്ടും കാണാൻ പറഞ്ഞിട്ടുണ്ട്. കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാൻ നമുക്ക് എക്സ് വൈ, ഇവിടെ വൈ എന്ന് പറയുന്നത് 39, 41 ഒക്കെ വലിയ വലിയ നമ്പേഴ്സാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഡി എക്സും ഡി വൈയും എടുത്തിട്ട് ചെയ്യാം. ഡി എക്സ് ഡി വൈ, ഡി എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 13 എടുക്കുന്നു. അങ്ങനെ എടുക്കാനുള്ള റീസൺ 13 എടുത്തതിൽ ഏറ്റവും ചെറിയ നമ്പർ 13 ആണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാം പോസിറ്റീവായിട്ട് വരികയും ചെയ്യും. എക്സ് മൈനസ് 13 എടുത്തു. ഡി വൈക്ക് വൈ മൈനസ് 34 എന്ന് എടുത്തു. ഏത് വേണമെങ്കിലും എടുക്കാം, ഇതിലുള്ള വാല്യൂ എടുക്കാം, ഇതിൽ ഇല്ലാത്ത വാല്യൂ എടുക്കാം. 34 എടുക്കാനുള്ള കാരണം
ഒരു വാല്യൂ 0 ആയി കിട്ടും. ഏറ്റവും ചെറുത് 34 ആണ്. അതുകൊണ്ട് നെഗറ്റീവ് വാല്യൂസ് ഇതിന്ന് ഒഴിവായി കിട്ടുകയും ചെയ്യും. എല്ലാം പോസിറ്റീവും ആവും. അപ്പോൾ dx x - 13 എന്നും dy y - 34 എന്നും എടുത്ത് കോറിലേഷൻ കോഎഫിഷ്യൻറ്റും അതുപോലെ പ്രൊബബിൾ എററും ആദ്യം കാണാം. dx നമുക്ക് 0 1 2 3 4 5 6 7 8 കിട്ടി. dy കിട്ടുന്നത് 5 7 9 3 5 15 13 21 ടോട്ടൽ 78. പിന്നെ dx dy ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. dx dy എഴുതി. dx സ്ക്വയർ ഇതിൻ്റെ ഓരോ വാല്യൂവിൻ്റെ സ്ക്വയർ എഴുതി ടോട്ടൽ ചെയ്തു. പിന്നെ dy സ്ക്വയർ വൈയുടെ ഓരോ വൈയുടെ വാല്യൂവിന് സ്ക്വയർ ചെയ്തു ടോട്ടൽ ചെയ്തു. അപ്പോൾ നേരത്തെ ഒക്കെ ഉണ്ടാക്കിയതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ടേബിൾ കൺസ്ട്രക്ട് ചെയ്തു. dx എന്ന് പറഞ്ഞാൽ x - 13 ആണ് എടുത്തത്. dy y - 34 എന്നും അത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ dx എഴുതി, dy എഴുതി, dx dy dx സ്ക്വയർ dy സ്ക്വയർ. അതിനുശേഷം അതെല്ലാം ടോട്ടൽ ചെയ്യാം. നിങ്ങളിത് പോസ് ചെയ്തിട്ട് ഈ വാല്യൂസ് ശരിയാണോ നോക്കി എഴുതിയെടുക്കണം. Pearson's coefficient of correlation R equal to n into sigma dx dy. n into sigma x y പകരം dx dy മൈനസ് sigma x into sigma y പകരം sigma dx into sigma dy ഹോൾ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് n into sigma x സ്ക്വയറിന് പകരം dx സ്ക്വയർ മൈനസ് sigma dx ഹോൾ സ്ക്വയർ sigma x ഹോൾ സ്ക്വയറിന് പകരം sigma dx ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n into sigma y സ്ക്വയർ എന്നാണ്. അതിന് പകരം dy സ്ക്വയർ മൈനസ് സിഗ്മ y ഹോൾ സ്ക്വയർ. അതിന് പകരം സിഗ്മ dy ഹോൾ സ്ക്വയർ. ഇവിടെ n എന്ന് പറയുന്നത് 9 ആണ്. 9 ഇൻറ്റു dx ഡിയുടെ ടോട്ടൽ 411. dxൻ്റെ ടോട്ടൽ 36, ഡിയുടെ ടോട്ടൽ 78. 9 ഇൻറ്റു dx സ്ക്വയറിൻ്റെ ടോട്ടൽ 204. പിന്നെ സിഗ്മ dx 36 ആണ്. അതിൻ്റെ സ്ക്വയർ 1296. 9 ഇൻറ്റു സിഗ്മ dy സ്ക്വയർ 1024. sigma dy 78, 78 square 6084. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3699 മൈനസ് 2808 ബൈ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1836 മൈനസ് 1296 ഇൻറ്റു 9 ഇൻറ്റു 1024 9216 മൈനസ് 6084. സിംപ്ലിഫൈ ചെയ്തപ്പോൾ 891 1836 എന്ന് 1296 മൈനസ് ചെയ്തപ്പോൾ 540. 9216 മൈനസ് 6084 3132. 540 into 3132 1691,280. ഡിനോമിനേറ്റർ അങ്ങനെ വരും. അപ്പോൾ റൂട്ട് കാണുമ്പോൾ 1300.4922 891 ബൈ ദിസ് ഈക്വൽ ടു 0.685125 0.685 എന്ന് എടുക്കാം. കാരണം നമുക്ക് പ്രൊബബിൾ എറർ കണ്ടുപിടിക്കണം. പ്രൊബബിൾ എറർ ഈക്വൽ ടു 0.6745 0.6745 into 1 minus r square by root n. 0.6745 into 1 minus 0.685 whole square by root n. n എന്ന് പറഞ്ഞാൽ 9 ആണ്. 0.6745 into 1 minus 0.469225 ഇതിൻ്റെ സ്ക്വയർ ഇതാണ് ബൈ 3. 0.6745 into 0.530775 by 3 equal to 0.1193. അപ്പോൾ ഇനി നമുക്ക് R കിട്ടി. R എന്ന് പറയുന്നത് 0.685. പ്രൊബബിൾ എറർ എന്ന് പറയുന്നത് 0.1193. ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്യാൻ യു ഡെഫിനറ്റ്ലി അസേർട്ട് ദാറ്റ് ഫെയിലർ ഈസ് കോറിലേറ്റഡ് വിത്ത് ഏജ് എന്നാണ്. അപ്പോൾ അതിനെ നമുക്ക് പ്രൊബബിൾ എറർ ബേസ് ചെയ്തിട്ട് വേണം പറയാം. നമ്മളിവിടെ 3 കണ്ടീഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഈസ് ലെസ് ദാൻ ഇറ്റ്സ് പ്രൊബബിൾ എറർ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ സിഗ്നിഫിക്കൻറ്റ് ഓർ ദർ ഈസ് നോ എവിഡൻസ് ഓഫ് കോറിലേഷൻ ആണ്. അപ്പോൾ ആ കണ്ടീഷനോട് വരുന്നില്ല. കാരണം കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ് കൂടുതൽ, പ്രൊബബിൾ എറർ അല്ല. പ്രൊബബിൾ എറർ ഇവിടെ ലെസ് ദാൻ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. അപ്പോൾ ആ കണ്ടീഷൻ ഇല്ല. രണ്ടാമത്തേത് എന്താണ്? ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഈസ് മോർ ദാൻ 6 times ഇറ്റ്സ് പ്രൊബബിൾ എറർ. കോറിലേഷൻ കോഎഫിഷ്യന്റ് R എന്ന് പറയുന്നത് 6 times പ്രൊബബിൾ എറർ ക്കാൾ കൂടുതലാണെങ്കിൽ, R ഗ്രേറ്റർ ദാൻ 6 PE ആണെങ്കിൽ, ഇവിടെ R എന്ന് പറഞ്ഞാൽ 0.685 ആണ്. 6 times പ്രൊബബിൾ എറർ എന്ന് പറഞ്ഞാൽ 0.7 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ കണ്ടീഷനും ഇല്ല. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ഇഫ് ദ പ്രൊബബിൾ എറർ ഈസ് നോട്ട് മച്ച് ആൻഡ് ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഈസ് 0.5 ഓർ മോർ. ഇവിടെ എന്താണ്? 0.6. ആ കണ്ടീഷനാണ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുക. കാരണം ഇവിടെ R എന്ന് പറയുന്നത് 0.5 അതിൽ കൂടുതലോ ആവണമെന്നാണ്. ഇവിടെ 0.5 കൂടുതലാണ്. അതുപോലെ പ്രൊബബിൾ എറർ ഈസ് നോട്ട് മച്ച്.
since probable error is not much and coefficient of correlation R is more than 0.5, correlation is significant. Therefore, we can definitely assert that failure is positively correlated with age. Failure is positively correlated with age. ഏജ് കൂടുന്തോറും തോൽക്കാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് ഇവിടെ വന്നതെന്നാണ്. എന്ന റിസൾട്ട് വെച്ച് അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന നിഗമനം. Therefore, we can definitely assert that failure is positively correlated with age. Coefficient of correlation between two variables is calculated to be minus 0.98, R equal to minus 0.98. Find the value of probable error and hence interpret the result. N equal to 10. N 10 ആണ്, R minus 0.98 ആണ്. Probable error കണ്ടെത്തുക, അതിനെ അടിസ്ഥാനമാക്കി coefficient of correlation interpret ചെയ്യുക. Find the limits within which population correlation coefficient may lie. R plus or minus P കാണാം. ആ ലിമിറ്റ്സ് അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം probable error കണ്ടെത്താം. Probable error equal to 0.6745 into 1 minus R square by root n. 0.6745 into 1 minus 0.98 square by root n 10 ആണ്. root 10. 0.6745 into 1 minus 0.98 square 0.9604. root 10 3.1623. 0.6745 into 1 minus 0.9604 0.0396. 0.6745 into 0.0396 ചെയ്യുക, ഡിവൈഡഡ് ബൈ 3.1623 ചെയ്യുമ്പോൾ 0.008446. ഇവിടെ probable error is very small and coefficient of correlation എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, വെരി ഹൈ ആണ്. Probable error is very small and correlation coefficient is very high and negative. Therefore, there is significant negative correlation. Therefore, there is significant negative correlation. ഇനി എൻ്റെ ലിമിറ്റ്സ് R പ്ലസ് ഓർ മൈനസ് പി ഇ കാണണം. R പ്ലസ് ഓർ മൈനസ് പി ഇ ഈക്വൽ ടു മൈനസ് 0.98 പ്ലസ് ഓർ മൈനസ് 0.008446 മൈനസ് 0.98 മൈനസ് 0.98 പ്ലസ് 0.008446 വന്നാൽ മൈനസ് 0.971554 മൈനസ് ചെയ്യുമ്പോൾ മൈനസ് 0.988446. ഇതാണ് അതിൻ്റെ ലിമിറ്റ്സ്. Therefore, population correlation coefficient may lie values എഴുതി minus 0.988446 minus 0.97155 minus 0.98 plus 0.008446 ഇങ്ങനെ കിട്ടും. മൈനസ് ചെയ്യുമ്പോൾ ഈ വാല്യൂ കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ലിമിറ്റ്സ്. If R equal to 0.89, probable error equal to 0.023, find the value of n. നമുക്ക് ആ ഫോർമുല എഴുതാം. probable error equal to 0.6745 into 1 minus R square by root n. വാല്യൂസ് ഒക്കെ കൊടുക്കുക. അപ്പോൾ probable errorന് വരെ 0.023 എഴുതുക, ആറിന് വരെ 0.89. 0.023 equal to 0.6745 into 1 minus 0.89 square by root n. ഇനി ഈ റൂട്ട് എൻ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കാം. 0.023 ഇൻറ്റു റൂട്ട് എൻ ഈക്വൾ ടു 0.6745 ഇൻറ്റു 1 മൈനസ് ഇതിന് സ്ക്വയർ ചെയ്തപ്പോൾ 0.721. 0.6745 ഇൻറ്റു സിംപ്ലിഫൈ ചെയ്തപ്പോൾ 0.2079 ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടി. അതായത് 0.023 റൂട്ട് എൻ എന്ന് പറഞ്ഞാൽ 0.14022855 ആണ്. അപ്പോൾ റൂട്ട് എൻ എന്ന് പറയുന്നത് 0.14022855 by 0.023 ഈക്വൾ 6.09 ഇത്രയൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് തൽക്കാലം 6.09 വരെ എടുത്തുന്നതായിരിക്കും. അപ്പോൾ എന്ന് പറയുന്നത് 6.09 സ്ക്വയർ 37.08 37.08 നിന്ന് എടുക്കാൻ കഴിയില്ല. കാരണം എന്ന് പറയുന്നത് നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് വാല്യൂസ് ആണ്. എക്സിൻ്റെ എത്ര എക്സ് വാല്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര വൈ വാല്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര പെയേഴ്സ് ഉണ്ട്. Therefore, n equal to 37. കാരണം n is the number of pairs. n equal to 37. Therefore, n equal to 37. Merits of Karl-Pearson's coefficient of correlation. Karl-Pearson's coefficient of correlation is the most widely used algebraic method to measure coefficient of correlation. It gives a numerical value to express the relationship between variables. It gives both
direction and degree of relationship between variable. It can be used for further algebraic treatment such as coefficient of determination, coefficient of non-determination, etc. It gives a single figure to explain the accurate degree of correlation between two variables. Coefficient of correlation, Karl-Pearson's coefficient of correlation മെറിറ്റ്സ് ആണ് പറയുന്നത്. വളരെയധികം യൂസ് ചെയ്യുന്ന ഒന്നാണ്, അങ്ങനെയുള്ളൊരു ആൾജിബ്രിക് മെത്തേഡാണ്. അതുപോലെ രണ്ട് വേരിയബിൾ അല്ലെങ്കിൽ തന്നിട്ടുള്ള വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ് അതിന് ലഭിക്കുന്നത്. അതുപോലെ അതതിൻ്റെ ഡയറക്ഷനും അതുപോലെ റിലേഷൻഷിപ്പിൻ്റെ തീവ്രതയും എല്ലാം കാണിക്കുന്നു. അതായത് പോസിറ്റീവ് ആണെങ്കിൽ രണ്ടും ഒരേ ഡയറക്ഷനിലാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഇറ്റ് ഗീവ്സ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. അതുപോലെ കോഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ, കോഷ്യന്റ് ഓഫ് നോൺ ഡിറ്റർമിനേഷൻ ഒക്കെ കാണാം. അതായത് കൂടുതൽ ഗണിതക്രിയകൾക്ക് കാൾ-പിയേഴ്സൺസ് കോഷ്യന്റ് ഓഫ് കോറിലേഷൻ അതായത് 6 യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഗീവ്സ് എ സിംഗിൾ ഫിഗർ to explain the accurate degree of correlation between two variables. Demerits of Karl-Pearson's coefficient of correlation. First one, Karl-Pearson's coefficient of correlation is very difficult to calculate or compute. It is very difficult to understand. It requires complicated mathematical calculations. It takes more time. It is unduly affected by extreme items. It assumes a linear relationship between the variables, but in real life situation it may not be so. It is very difficult to compute the value of coefficient of correlation. Calculation വളരെ difficult ആണ്. It is very difficult to understand. It requires complicated mathematical calculations. It takes more time. n into sigma dx dy minus sigma dx into sigma dy by root of n into sigma dx square minus sigma dx whole square into root of n into sigma dy square minus sigma dy whole square. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഡി എക്സും ഡി വൈ ഒക്കെ വെച്ച് ആ രീതിയിലൊക്കെ ചെയ്യണം. അപ്പോൾ ഇറ്റ് ടേക്സ് മോർ ടൈം ആൻഡ് ഇറ്റ് റിക്വയർസ് കോംപ്ലിക്കേറ്റഡ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ്. അതുപോലെ ഇറ്റ് ഈസ് അൺഡൂലി അഫക്റ്റഡ് ബൈ എക്സ്ട്രീം ഐറ്റംസ്. എക്സ്ട്രീം ഐറ്റംസ് അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് അസ്യൂംസ് എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ്. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ലീനിയർ റിലേഷൻഷിപ്പ് ഒക്കെ കിട്ടും. ബട്ട് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻ അങ്ങനെ ഒരു ലീനിയർ റിലേഷൻ ഉണ്ടാകണമെന്നില്ല. ഇതൊക്കെയാണ് അതിൻ്റെ ഡിമെറിറ്റ്സ്.